ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSC എക്സാമുകളോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ വളരെ ചെറിയ ടോപ്പിക്കാണ്. നമുക്കറിയാം, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരുന്നത് 1992 മാർച്ച് 12-നാണ്. അപ്പോൾ ഇതാദ്യം നിലവിൽ വരുന്നത് എങ്ങനെയാണ്? സംയുക്തമായിട്ടാണ്, രണ്ടും കൂടെ ചേർത്തിട്ടാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് ഒരുമിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ് ആദ്യമായിട്ട് 1992 മാർച്ച് 12-ന് നിലവിൽ വരുന്നത്. ഈ കമ്മീഷൻ ഈ സംയുക്തമായിട്ട് ഇന്ന് നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 1990-ലെ 65-ാമത് ഭരണഘടനാ ഭേദഗതിയിൽ പ്രകാരമാണ് ഈ ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരാനായിട്ട് കാരണമായത്. 1990-ലെ 65-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം 1992 മാർച്ച് 12-നാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരുന്നത്. നിലവിൽ വരുന്ന സമയത്ത്, അതായത് സംയുക്തമായിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് ആദ്യമായിട്ട് നിലവിൽ വരുന്ന സമയത്ത് ഇതിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നത് ശ്രീ രാംധർ ആയിരുന്നു. സംയുക്ത ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ശ്രീ രാംധർ. ഈ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പിന്നീട് രണ്ടായിട്ട് വിഭജിച്ചു. പട്ടികജാതി കമ്മീഷൻ എന്നും അതുപോലെ പട്ടികവർഗ കമ്മീഷൻ എന്നും രണ്ടായിട്ട് രൂപീകരിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്തത് ഏത് ഭേദഗതിയാണെന്ന് ചോദിച്ചാൽ അത് 2003-ലെ 89-ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 2003-ലെ 89-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ സംയുക്തമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? രണ്ടായിട്ട് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അതായത് പട്ടികജാതി കമ്മീഷൻ എന്നും പട്ടികവർഗ കമ്മീഷനും രണ്ടായിട്ട് തിരിച്ചു. അപ്പൊ നമുക്കറിയാം, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1992 മാർച്ച് 12-നാണ്. ഏത് ഭേദഗതി പ്രകാരമാണ്? 1990-ലെ 65-ാമത് ഭേദഗതി പ്രകാരമാണ്. ഇതിന്റെ ആദ്യ ചെയർമാനാണ് ശ്രീ രാംധർ ആണ്. എന്നാൽ 2003-ലെ 89-ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് രണ്ടായിട്ട് മാറ്റി. അതായത് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്തു. അങ്ങനെ രണ്ടായിട്ട് രൂപീകരിച്ചപ്പോഴത്തേക്കും അതിൽ ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. ഇത് നിലവിൽ വരുന്നത് നമുക്കറിയാം, 2003-ലാണ് 89-ാമത് ഭേദഗതി പ്രകാരമാണ് ഇവയെ പിരിച്ചത്. അപ്പോൾ 2003 കഴിഞ്ഞ് 2004-ല് ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരികയും ഈ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അതായത് ഒരു ഭരണഘടനാ സ്ഥാപനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. സ്റ്റേറ്റ്മെന്റ് വൈസിലൊക്കെ ഈ ഒരു ഭാഗം ഈ ഒരു സെന്റൻസ് ഉൾപ്പെടുത്തുന്നതാണ്. അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 338 ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338 ആണ്. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആണ് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത്. എന്നാൽ ഇതിനകത്തെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 പേരാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ കാലാവധി, അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? സൂരജ് ഭാൻ ആണ്. അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ ഈ സംയുക്തമായിട്ടുള്ളതിൽ നിന്ന് വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ ചെയർമാൻ ആരാണ്? സൂരജ് ഭാൻ ആണ്. ഇനി ആസ്ഥാനമാണ് ലോക്നായക് ഭവനാണ് പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം. നിലവിലെ ചെയർമാൻ ആണ് ആര്? കിഷോർ മക്വാന. നിലവിലെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന.
അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഏതാണ് ആർട്ടിക്കിൾ 338 ആർട്ടിക്കിളാണ് ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിലെ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 5 പേരാണ് ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത്. ചെയർമാൻ ഉൾപ്പെടെയാണ് 5 പേര്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആദ്യ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ഭാനാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയാണ്. നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന. ആസ്ഥാനം എവിടെയാണ്? ലോക്നായക് ഭവനാണ്. നെക്സ്റ്റ് ദേശീയ പട്ടികവർഗ കമ്മീഷനാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനും എന്നാണ് നിലവിൽ വന്നത്? 2004 തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത്. 2004 തന്നെയാണ്. അപ്പോൾ 2003 89ാമത് ഭേദഗതി പ്രകാരം ഇതിനെ രണ്ടായിട്ട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിട്ട് പിരിച്ചിട്ട് പിറ്റേ വർഷം എന്ത് ചെയ്തു? ഇവ നിലവിൽ വന്നു. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004. ഇതും എന്ത് തന്നെയാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 338A ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, പട്ടികജാതി കമ്മീഷനാണ് 338, എന്നാൽ പട്ടികവർഗ കമ്മീഷൻ 338A ആണ്. 338A ആണ്. ഇവിടെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. ഇവിടെയും എന്താണ്? ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാണ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത്. അതുപോലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിയും എത്ര തന്നെയാണ്? 3 വർഷം തന്നെയാണ്. ഇനി ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്? ലോക്നായക് ഭവനാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് 2004. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ആസ്ഥാനം ലോക്നായക് ഭവനാണ്. ഇനി ഇതിൽ മാറ്റം വരുന്നത് എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ മാറ്റം വരുന്നുണ്ട്. പട്ടികജാതി കമ്മീഷന്റെ ആർട്ടിക്കിൾ 338 എന്നാൽ പട്ടികവർഗ കമ്മീഷൻ്റെത് 338A ആണ്. ഇനി പ്രഥമ അധ്യക്ഷൻ അല്ലെ? പ്രഥമ അധ്യക്ഷൻ ആരാണ്? പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാണ് കൺവർ സിംഗ് ആണ്. പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? കൺവർ സിംഗ് ആണ്. നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാനാണ് ഹർഷ് ചൗഹാനാണ് നിലവിലെ ചെയർമാൻ. അപ്പൊ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? കൺവർ സിംഗും നിലവിലെ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാനാണ്. പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ നമ്മൾ പറഞ്ഞവരാണ് കിഷോർ മക്വാനയാണ്. അടുത്തതാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇത് രൂപീകൃതമായത് 1993 ഓഗസ്റ്റ് 14. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഓഗസ്റ്റ് 14. ഇതും എന്ത് തന്നെയാണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 2018 102ാം ഭേദഗതിയാണ്. അപ്പം 2018 102ാം ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത്. ഇനി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 338B ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, 338 ദേശീയ പട്ടികജാതി കമ്മീഷനാണ്, 338A പട്ടികവർഗ കമ്മീഷനാണ്, 338B ആണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇതിന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നു RN പ്രസാദ് ആണ്. അപ്പം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ RN പ്രസാദ് ആണ്. ഇവിടെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സൺ, അതുപോലെ 3 അംഗങ്ങൾ, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ 3 അംഗങ്ങൾ, 5 പേരാണ് മൊത്തം ഉള്ളത്. അതുപോലെ ഇവരെ നിയമിക്കുന്നത് ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. കാലാവധി എന്ത് തന്നെയാണ്? 3 വർഷമാണ് കാലാവധി. 3 വർഷം. പ്രഥമ അധ്യക്ഷൻ RN പ്രസാദ് ആണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും, അങ്ങനെ മൊത്തം 5 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഈ 5 അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഇവരുടെ കാലാവധി 3 വർഷമാണ്. ഇനി നമുക്കറിയാം, ഈ ഭരണഘടനാ പദവി ലഭിച്ചതിന് ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ
ഇപ്പോൾ ഭരണഘടനാ പദവി ലഭിച്ചതിന് ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായതാണ് ആര്? ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ഭഗവാൻ ലാൽ സാഹ്നി. ഭരണഘടനാ പദവി ലഭിച്ചതിന് ശേഷം. ഭരണഘടനാ പദവി ലഭിക്കുന്നതിന് മുമ്പാണ് RN പ്രസാദ് ചെയർമാൻ. ആദ്യ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ RN പ്രസാദ് ആണ്. എന്നാൽ ഭരണഘടനാ പദവി ലഭിച്ചതിന് ശേഷമുള്ള ചെയർമാൻ ആരാണ്? ചെയർപേഴ്സൺ ആരാണ് ചോദിച്ചാൽ ആരാണ്? ഭഗവാൻ ലാൽ സാഹ്നിയാണ്. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? നിലവിൽ ആരാണ്? പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആര്? ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ്. ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ് നിലവിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ആര്? ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ശ്രീ ഹൻസ്രാജ് ഗംഗാറാം അഹിർ. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക് യു.